നമസ്കാരം. ഇവിടെ ഇറങ്ങിയതാണ്. ഇലക്ഷൻ്റെ സമയമൊക്കെ ഇല്ലേ, നമ്മുടെ കൊട്ടാരക്കരയിലെ പ്രിയപ്പെട്ടവരുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇറങ്ങിയത്. ഇലക്ഷൻ നല്ല ചൂടിലാണ്, കുഴപ്പമില്ലാതെ പോകുന്നു. 3 സ്ഥാനാർത്ഥികൾ നിൽപ്പുണ്ട്. ശക്തമായ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു മത്സരം കാണാം. ആരും എന്തെന്നൊന്നും പറയാൻ പറ്റില്ല. അരുൺകുമാർ ജയിക്കും. മണ്ഡലം പഴയ MP ആയി മടുത്തിരിക്കും. ഇവിടെ 7 പ്രാവശ്യം മത്സരിച്ചു. 35 വർഷം MP ഇവിടെ ഒരു വികസനവും ചെയ്തിട്ടില്ല. കൊട്ടാരക്കര 6 ഐമാസ് വെച്ചിട്ടുണ്ട്. ഈ 6 ഐമാസ് 4 ഐമാസ് കത്തുന്നു. 4 കത്തുന്നില്ല, 2 കത്തുന്നു. ആകെ വെച്ചാൽ 6. പിന്നെ ഇവിടെ ഹോസ്പിറ്റലുണ്ട്, പല സ്കൂളുകളുണ്ട്. ഇവിടെ ഒന്നും ഒരു ഫണ്ട് കൊടുത്തിട്ടില്ല, ഒരു ബിൽഡിങ്ങും പണിഞ്ഞിട്ടില്ല, വികസനം ഒന്നും ഇവിടെ നടത്തിയിട്ടില്ല. അനന്ത്കുമാർ ധൈര്യമായിട്ട് കളം പിടിക്കും. ഇപ്രാവശ്യം 40-45 വോട്ടിന് ജയിക്കുകയും ചെയ്യും. ഒരു തർക്കവും ഉറപ്പ്. അപ്പോൾ ഒരു വലിയ മത്സരമായിരിക്കും അല്ലേ? കട്ടയ്ക്കുള്ളൊരു വലിയ മത്സരമായിരിക്കും. ചന്തയിലിറങ്ങാം. അപ്പം സുജിത്തിനെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ബാബു സുജിത്ത് പേര് പോലും ബാബു സുജിത്ത് ആക്കി. എല്ലാ ബാബുവിനെനിക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും. എന്തെങ്കിലും തോന്നാൻ കാരണം പുള്ളിയുള്ള ആരാധന ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം എൻ്റെ അടുത്ത് ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആണെന്ന് വെച്ചാൽ ഞാൻ പറയും ബാബു സാറാണെന്ന്. അതാണ് നെഞ്ചിലാണ്. പിന്നെ തീർച്ചയായിട്ടും. സുൽത്താൻ ചന്ത. അതായത് ഭവൻ സാർ പറയുന്നത് സുൽത്താൻ ഒറ്റ ബാക്കിയുള്ളൂ, ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണ് സുൽത്താൻ എന്ന് പറഞ്ഞൊരു പവർഫുൾ ഡയലോഗ് ഉണ്ട്. ഇങ്ങനെ വന്നു ഇനി വേറെ ആരെങ്കിലും ശബ്ദം അനുകരിക്കാറുണ്ടോ? മിമിക്രി ചെയ്യുന്നുണ്ട്, കുറെ സിനിമാ താരങ്ങളുടെ ശബ്ദം ചെയ്യുന്നുണ്ട്. ഒരു ഐറ്റം കാണിക്കാൻ പറ്റുമോ? നമ്മുടെ ഇലക്ഷനോടൊക്കെ അനുബന്ധിച്ച് പഞ്ചായത്ത് ഹൗസിലെ ഒരു സംഭവത്തെ കുറിച്ച് ഉള്ളൊരു മാറ്റം നോക്കിയാലോ? എന്ത് സർദാർജി ഇലക്ഷനൊക്കെ അല്ലേ ഒരു വോട്ട്? എടാ നീ അന്ന് വോട്ട് ചോദിച്ചു വന്നപ്പോ എന്തൊക്കെയാ പറഞ്ഞത്? നീ ജയിച്ചു കഴിഞ്ഞാൽ നീ ഉണ്ടാക്കി കളയുന്നല്ലേ? എന്റെ പൊട്ട് സർദാർജി ചരക്കര പറഞ്ഞിട്ടില്ലേ? ഞാൻ ഒരു തവണ പറഞ്ഞേ വോട്ട് ചോദിക്കാൻ വന്നപ്പോൾ പാവം മറന്നു വരാം. എടാ നീ പറയും നിനക്കറിയില്ല ഞങ്ങൾ മലയാളിയുടെ ശക്തി എന്താണെന്ന്. ചുടയുണ്ടെങ്കിൽ നീ ഗോതയിലേക്ക് ഇറങ്ങ്. അടുത്ത പ്രാവശ്യം ഇലക്ഷൻ നിൽക്കടാ, ആത്മം കാണിച്ചു തരാം. ചേട്ടാ എന്താ അവസ്ഥ? ആര് ജയിക്കും? ഉറപ്പാണേ? ഉറപ്പിച്ചു ആണോ? ചേട്ടാ എന്താ അഭിപ്രായം? UDF കൊടിക്കുന്നില്ലേ? വ്യക്തിയല്ല, പാർട്ടി. അങ്ങനെ കൊടിക്കുന്നിലാണ് മുൻതൂക്കം ആണെന്ന് തോന്നുന്നു. അഡ്വക്കേറ്റ് അനിൽകുമാർ ജയിക്കും. അതന്നെ. ഒരു മാറ്റം വരട്ടെ എന്ന് അയാൾ ജയിച്ചാൽ മതി. 10 സീറ്റ് പിടിക്കും. ഉറപ്പാ. അന്ന് കാണാം. ഇപ്പോൾ നിൽക്കുന്ന 3 സ്ഥാനാർത്ഥികളിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയായി ഇപ്പോൾ വന്നിരിക്കുന്ന ഇടതുപക്ഷ LDF-ന്റെ അനിൽകുമാർ. തീർച്ചയായും അനിൽകുമാർ വേണം ജയിക്കാൻ. നമ്മുടെ വീട് നഷ്ടപ്പെട്ട് മറ്റേ ആത്മഹത്യ ചെയ്യാൻ പോയ അമ്മുനിയുടെ വാർത്ത നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അന്ന് അവരെ രക്ഷപ്പെടുത്തി അവർക്ക് വീട് വെച്ചുകൊടുത്ത സുജിത്താണ്. അപ്പം സുജിത്ത് എല്ലാത്തിനൊപ്പം നല്ലൊരു മനുഷ്യസ്നേഹിയാണ്. നമ്മുടെ കൂടെ ഈ വീട് വെക്കാൻ വേണ്ടി ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പിന്നെ 3 സെന്റിനകത്തൊരു വീട് ഇവിടെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അടുത്ത മണ്ഡലത്തിൽ വീണ്ടും കാണാൻ എന്തായാലും കൂടുതൽ വിശേഷങ്ങളുമായി. അപ്പോൾ ഒരു ബൈ കൊടുത്തേക്കു ബാബു ആന്റണി. ഹായ്.